ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. കാരണം ഈ വണ്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റു ചില വണ്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. ഹലോ എവരിവൺ, എല്ലാവർക്കും ഗാരേജ് പ്രോട്ടോകോൾ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടൻറ്റുകളും ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റോയൽ എൻഫീൽഡ് BS4 ഹിമാലയൻ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വണ്ടിയുടെ വിശേഷങ്ങളും കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് പോരായ്മകൾ, എനിക്ക് തോന്നിയ പോരായ്മകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ഈ വണ്ടിയെപ്പറ്റി പറയേണ്ട കാര്യം വണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കംഫർട്ടാണ്. കാരണം ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കംഫർട്ട്. അത് ഒരു രക്ഷയില്ല, മാരകമായിട്ടുള്ള കംഫർട്ടാണ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് തരുന്നത്. ഈവൻ റൈഡിങ് എർഗണോമിക്സ് ആണെങ്കിലും വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. നമ്മളിരിക്കുന്നതിൻ്റെ നേരെ താഴെ തന്നെയാണ് ഫുഡ് പാക്ക് വരുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം, ഹാൻഡിൽ ബാർ അത്യാവശ്യം സീറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള അപ്രൈറ്റ് ഇല്ല, ഇങ്ങനെയുള്ളൊരു കമാൻഡിങ് ആയിട്ടുള്ളൊരു പോസ്റ്റർ തന്നെ നമുക്ക് കിട്ടും. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന അത് ഈ വണ്ടിയുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, വണ്ടിക്ക് സാമാന്യം ഒരു ഹൈറ്റ് ഉണ്ട്. ലൈക്ക് അത്ര വലിയ ഭീമാകാര ഹൈറ്റ് ഒന്നും അല്ല. പക്ഷേ നിങ്ങൾ ഒരു നീളം കുറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ലൈക്ക് ഒരു 170 സെൻറ്റിമീറ്ററിന് താഴെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് എടുക്കുക. കാരണം ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരാൾക്ക്, അതായത് ഞാൻ പറഞ്ഞ പോലെ 170ക്ക് താഴെയുള്ള ഒരാൾക്ക് വണ്ടി മാനേജ് ചെയ്യാൻ ഒരു ഇച്ചിരി പ്രയാസമായിട്ട് തോന്നും. പിന്നെ പിലിയൻ കംഫർട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിലും അത്യാവശ്യം റൈഡർ സീറ്റ് പോലെ തന്നെ ഭയങ്കരമായിട്ട് കുഷൻഡാണ്. സീറ്റ് ഭയങ്കരമായിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് പിലിയൻ്റെ സീറ്റും വരുന്നത്. അത്യാവശ്യം ഭയങ്കരമായിട്ട് കംഫർട്ട് തരുന്ന ഒരു രീതിയിലുള്ള സീറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വണ്ടിക്ക് വരുന്നത് ഒരു കാരിയർ പ്ലസ് അതിലോട്ട് തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഗ്രാബ് റെയിലാണ്. അത് അത്യാവശ്യം നല്ല റീച്ചബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. അപ്പം പിലിയൻ കംഫർട്ടിൻ്റെ കാര്യത്തിലും ഓവറോൾ കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി ഒരു പുലി തന്നെയാണ്. നല്ല രീതിയിലുള്ള കംഫർട്ട് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിഫൈൻമെൻറ്റിൻ്റെ കാര്യം പറയുമ്പം ഓഫ് കോഴ്സ് വണ്ടി ഒരു റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയാണ്. പക്ഷേ വണ്ടി ആ പറയുന്ന വണ്ടിയുടെ ഒരു സ്വീറ്റ് സ്പോട്ടിൽ ഓടിക്കുമ്പോൾ അങ്ങനെ അനോയിങ് ആയിട്ടുള്ള വൈബ്രേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. പക്ഷേ വണ്ടി ഒന്ന് പുഷ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ അവിടെ ഇവിടെ വൈബ്രേഷൻസ് ഒക്കെ പ്രസൻ്റ് ആയി വരും. മെയിൻലി വരുന്നത് നമ്മുടെ ഹാൻഡിൽ ബാർ, ഫുഡ് പെഗ്, പിന്നെ മിറേഴ്സിലൊക്കെയാണ് വൈബ്രേഷൻസ് ഒക്കെ വന്നു തുടങ്ങുന്നത്. അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ സ്വീറ്റ് സ്പോട്ടിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും വളരെ റിഫൈൻഡ് ആയിട്ട് തന്നെ തോന്നും. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് വണ്ടിയുടെ വരുന്നത് സസ്പെൻഷൻ. ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ്. അതും ഈ സീറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ വളരെ വലിയൊരു സംഭവം തന്നെയാണ്. കാരണം നമുക്ക് ഫ്രണ്ടിൽ വരുന്നതാണെങ്കിലും അത്യാവശ്യം നല്ല ട്രാവലുള്ളൊരു ടെലിസ്കോപ്പിക് ഫോർക്കാണ്. പുറകിലാണെങ്കിലും മോണോഷോക്കിനാണെങ്കിലും നല്ല രീതിയിലൊരു ട്രാവലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് വണ്ടി തരുന്നത്. റോഡിലുള്ള കട്ടർ കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ട് തന്നെ അബ്സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സസ്പെൻഷൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ വണ്ടി ഓഫ് റോഡ് തന്നെ കൊണ്ടുപോകണം. ഓഫ് റോഡൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ആ ഒരു ലെവലിലുള്ള സസ്പെൻഷൻ ഫീഡ്ബാക്കാണ് തരുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഓൾ ടെറൈൻസിൽ ഓടിച്ച് നടക്കാൻ പറ്റിയൊരു അടിപൊളി വണ്ടി തന്നെയാണിത്. പിന്നെ വണ്ടിയുടെ ഓഫ് റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ വണ്ടി ഇപ്പം നമുക്കിപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഓടിക്കേണ്ട സാഹചര്യമൊക്കെ വരുമല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടോ, കറക്റ്റ് ആ ഫുഡ് പെക്കും ടാങ്കും പിന്നെ ആ ഹാൻഡിൽ ബാർ എന്നൊക്കെ പറയുമ്പം ഒരു പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്കങ്ങനെ ബെൻഡ് ചെയ്ത് ഓടിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഹാൻഡിൽ ബാർ റേസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരു റീച്ച് തന്നെ ഹാൻഡിൽ ബാറിലോട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് പെർഫോമൻസ്, അതായത് ഈ ഒരു റൈഡിങ് എർഗണോമിക്സും പിന്നെ ആ സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഫീഡ്ബാക്കും എല്ലാം കൂടെ കൂടി ചേർന്ന് നല്ല രീതിയിലുള്ളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇറങ്ങിയ സമയത്ത്, അതായത് BS3 ഹിമാലയനൊക്കെ ഇറങ്ങിയ സമയത്ത് ബിൽഡ് ക്വാളിറ്റിയുടെ ഭാഗത്ത് വളരെ മേജറായിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടിയുടെ ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ വന്ന സമയത്ത് റോയൽ എൻഫീൽഡ് അത് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പം BS4 ഇറങ്ങിയതും പിന്നെ പുതിയതായിട്ട് BS6 ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഓരോ അപ്ഗ്രേഡേഷൻ കൊണ്ടുവരുമ്പോഴും വണ്ടിയുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ റോയൽ എൻഫീൽഡ് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പം പറയുവാണെങ്കിൽ അങ്ങനെ മേജറായിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. വലിയ കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി തന്നെ ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് വരുന്നത് ഹാലജൻ ബൾബ്സ് ആണ് എവരിവെയർ. ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടൊരു ത്രോ ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, അത്ര നല്ലതെന്നൊന്നും പറയാൻ മാത്രം വലിയ പ്രകാശമൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു ആവറേജ് ബിലോ ആവറേജ് ആ ഒരു രീതിയിൽ നമുക്ക് റേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഈസി ആയിട്ട് റിസോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം നമുക്ക് ക്രാഷ് ഗാർഡ്സിൽ എല്ലാവരും വെച്ച് കാണുന്നതാണ്. ക്രാഷ് ഗാർഡിൻ്റെ ആ ഭാഗത്തോട്ട് 2 ഓക്സിലറി ലൈറ്റ് വെച്ചാൽ തീരാത്ത പ്രശ്നമേ ഉള്ളൂ. അതും വലിയൊരു ഇഷ്യൂ ഒന്നുമല്ല, പക്ഷെ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും.
വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യത്തിൽ റോയൽ എൻഫീൽഡ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്ക് ചെറിയ ചെറിയ പിശുക്കുള്ള ഒരു ഫീൽഡായിരുന്നു ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം നല്ല സെറ്റപ്പ് എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈവൻ ഒരു കോമ്പസ് വരെ ഉണ്ട്. ഇതുവരെ ഈ സെഗ്മെൻറ്റുള്ള വണ്ടിയിലൊന്നും കാണാത്ത ഒരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് കോമ്പസ് വരെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പറയുവാണെങ്കിൽ ഒരു സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയാം. സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും ഫ്യൂൽ ഗേജ് ഇൻഡിക്കേറ്ററും എല്ലാം അനലോഗായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇൻഫർമേഷൻസ് ലൈക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടൈം, ട്രിപ്പ് 1, 2, ആവറേജ് സ്പീഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ എൻജിൻ ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ന്യൂട്രലിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ, എൻജിൻ്റെ, ABS-ൻ്റെ ഒക്കെ. അപ്പം വളരെ നീറ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഒരു ചോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഇവിടെ ഒരു ചോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസ് ലൈറ്റ്, ഡിം, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, ഇപ്പുറത്ത് എൻജിൻ കിൽ സ്വിച്ച്, ലൈറ്റ്, പിന്നെ ഇഗ്നിഷൻ, അത്രയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഒരു 411cc എഞ്ചിനാണ് ഈ വണ്ടിയിൽ റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. CC കണക്കിൽ പറയുവാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റുള്ള വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കുറവ് പവറാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാധാരണ ആയിട്ടുള്ള എഞ്ചിനല്ല ഇത്. ഈ എഞ്ചിന് ഇച്ചിരി സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട്. ലൈക്ക് ഈ എഞ്ചിൻ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. ലോങ് സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുമ്പം ഈ എഞ്ചിനിൽ പവറിനേക്കാട്ടിലും കൂടുതൽ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സെഗ്മെൻറ്റിലുള്ള മറ്റ് വണ്ടികളുമായിട്ട് ഈ വണ്ടികളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. പക്ഷേ ബാക്കി വണ്ടികൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടോർക്കിലുള്ള വ്യത്യാസം നമുക്ക് ഈ വണ്ടിയിൽ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓഫ് റോഡ് പെർഫോമൻസ് വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലോ എൻഡ് കിട്ടുന്ന ആ ടോർക്കും കാര്യങ്ങളുമൊക്കെ. പിന്നെ പറയുവാണെങ്കിൽ വണ്ടിയുടെ ക്ലച്ച് ഫീൽ അത്യാവശ്യം ടൈറ്റർ സൈഡിലോട്ടുള്ള ഒരു ക്ലച്ചാണ് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുവാണെങ്കിലും ഒരുമാതിരി ലൈക്ക് ഇച്ചിരി ടൈറ്റാണ്. അത്രത്തോളം ക്രിസ്പ് അല്ലാത്ത ഒരു ഗിയറാണ്. നോർമലി ADV ബൈക്സിനെല്ലാം അത്തരത്തിലുള്ള ഒരു ഗിയർ സിസ്റ്റം തന്നെയാണ് വരുന്നത്. അല്ലാതെ നമുക്ക് സ്പോർട്സ് കാറ്റഗറിയിലുള്ള വണ്ടികൾ ഇടുന്ന പോലെ ഇങ്ങനെ ടക്ക് ടക്ക് അങ്ങനെ ഇട്ട് കിട്ടുന്ന ഒരു ഗിയർ സിസ്റ്റം ഒന്നും ഈ വണ്ടിയിൽ പ്രതീക്ഷിക്കാൻ പാടില്ല. നമുക്ക് ഇച്ചിരി റഫ് ആൻഡ് ടഫായിട്ട് തന്നെ വണ്ടി ഓടിക്കേണ്ടി വരും. പിന്നെ വണ്ടിക്ക് വരുന്ന സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 80 to 100 കിലോമീറ്റേഴ്സിൽ വണ്ടി വളരെ ഈസി ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള എൻജിൻ സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഈ തരുന്ന വിൻസ്ക്രീൻ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ആ ഒരു സ്പീഡിൽ പോകുമ്പം നമുക്ക് വിൻഡ് ബ്ലാസ്റ്റിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് പറയുകയാണെങ്കിൽ ആസ് പെർ ദി ഓണേഴ്സ് നമുക്കൊരു 135 വരെയൊക്കെ ക്ലോക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് വണ്ടികളായിട്ട്, അതായത് ഈ സ്പോർട്സ് കാറ്റഗറിയിലുള്ള വണ്ടികളുമായിട്ടൊന്നും ഈ വണ്ടി കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ ടോപ്പ് സ്പീഡൊക്കെ കേൾക്കുമ്പോഴത്തേനും കുറച്ചൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആവും. പക്ഷെ അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. കാരണം ഈ വണ്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റു ചില വണ്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ട് ഓരോ വണ്ടിക്കും അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. പിന്നെ വണ്ടിക്ക് വരുന്ന ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെ പറയണം. കാരണം ഓൾമോസ്റ്റ് വണ്ടി ഇച്ചിരി ഹെവിയാണ്. പക്ഷെ നമുക്ക് ഓടിക്കുമ്പോൾ വണ്ടി അത്ര ഹെവി ആയിട്ടൊന്നും തോന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബ്രേക്സ് അത്രത്തോളം ഒരു കോൺഫിഡൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈവൻ ഈ വണ്ടി BS4 ആണ്, ABS വരുന്നുണ്ട്. സ്വിച്ചബിൾ അല്ല, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ ഓഫ് റോഡ് വണ്ടികൾക്കൊന്നും ഓഫ് റോഡ് പോകുന്ന ടൈമിൽ നമുക്ക് ഈ ABSൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ABS വന്നു കഴിയുമ്പോൾ അത് വലിയ തലവേദനയാവും. ഓഫ് റോഡ് പോകുന്ന വണ്ടികൾ ഓഫ് റോഡിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ ABS ഇങ്ങനെ കിടന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഭയങ്കര അനോയിങ് ആണ്. അതുകൊണ്ട് അത് ഈ വണ്ടിയുടെ ഒരു പോരായ്മയായിട്ട് തന്നെ പറയേണ്ടി വരണം. പക്ഷേ BS6 അത് റിസോൾവ് ചെയ്തിട്ടില്ല. BS6 നമുക്ക് സ്വിച്ചബിൾ ABS ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ബാക്ക് ടു ദി ടോപ്പിക്, നമുക്ക് വണ്ടിക്ക് വരുന്ന ബ്രേക്സ് അത്രത്തോളം
എന്താ പറയുക, അത്രത്തോളം കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈവൻ നമുക്കിപ്പം നോർമലായിട്ട് കാഷ്വലായിട്ട് ഓടിക്കുമ്പോൾ തന്നെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും തന്നെ നമുക്ക് ABS ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പം BS3യുടെ കാര്യം പറയാൻ വേണ്ട, BS3യിൽ ABS പോലും വരുന്നില്ല. അപ്പം ഇങ്ങനെ ടയർ ലോക്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ടയർ ലോക്ക് ആവുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ബ്രേക്സിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് BS6ൽ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ച് റിവ്യൂ ഇടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ വണ്ടിയുടെ സർവീസ് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ, വണ്ടിയുടെ സർവീസ് വരുന്നത് വൺസ് ഇൻ എവറി 5,000 to 6,000 ആ റേഞ്ചിലാണ് വണ്ടിക്ക് സർവീസ് ചെയ്യേണ്ടത്. പിന്നെ സർവീസ് കോസ്റ്റ് ആണെങ്കിലും പറയുവാണെങ്കിൽ ഒരു 2,000 തൊട്ട് 4,000 രൂപ വരെ സർവീസ് കോസ്റ്റ് വരുന്നുണ്ടെന്നാണ് ഓണേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ് രീതിയിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ ഇപ്പം അഡീഷണൽ മെയിൻ്റനൻസ് കുറച്ച് വേണ്ട വണ്ടി തന്നെയാണിത്. കാരണം മെയിനായിട്ട് പറയുവാണെങ്കിൽ വണ്ടിയിലെ റിയർ ടയർ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തീരുന്നതായിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ഒരു ആവറേജ് ഓഫ് 8,000 കിലോമീറ്റേഴ്സ്, ഒരു 8,000 കിലോമീറ്ററൊക്കെ കൂടുമ്പം ബാക്കിലെ ടയർ മാറി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റനൻസ് വേണ്ട ഒരു വണ്ടിയാണ്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡീസൻ്റ് രീതിയിൽ കെയർ ചെയ്യേണ്ട വണ്ടിയാണ്. അത് ഇപ്പം വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അത് ഇഗ്നോർ ചെയ്ത് വിടുവാണെങ്കിൽ അത് മേജറായിട്ടുള്ള ഇഷ്യൂസായി മാറും. അതുകൊണ്ട് വണ്ടി എടുക്കുന്നവർ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ക്രോസ് വിൻസ് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് സൗണ്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ കാണും. സോ വെരി സോറി ഫോർ ദാറ്റ്. പിന്നെ വണ്ടിക്ക് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വണ്ടിക്ക് ചെറുതായിട്ടൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നു. ലൈക്ക് ഞാൻ അങ്ങനെ ഒത്തിരി ഒന്നും ഓടിച്ചില്ല, ഇപ്പോൾ ഒരു ട്രാഫിക് കൂടെ കുറച്ചൊന്ന് ഓടിച്ചു. അപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കാലിലെ കാഫിൻ്റെ റീജിയനിലോട്ടൊക്കെ കുറച്ചൊക്കെ ഹീറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വണ്ടിക്ക് വരുന്നത് എയർ കൂളിംഗ് പ്ലസ് ഓയിൽ കൂളിംഗ് ആണ്. അങ്ങനെ വരുമ്പം ഹീറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ റോയൽ എൻഫീൽഡ് ഇമ്പ്രൂവ് ആകാമായിരുന്നു എന്നെനിക്കൊരു സജഷനുണ്ട്. ഓഫ് കോഴ്സ് അത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് മാത്രം തോന്നിയുള്ളോ അതോ ബാക്കി ആർക്കെങ്കിലും തോന്നിയോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എനിക്കങ്ങനെ ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് തോന്നി. പിന്നെ ആരൊക്കെ ഈ വണ്ടിയിലേക്ക് നോക്കണം എന്നുള്ള കാര്യം, അതിനൊറ്റ ഒരു ഉത്തരവേ ഉള്ളൂ. നിങ്ങളുടെ മെയിൻ പർപ്പസ് ഓഫ് റോഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഗോ ഫോർ ഇറ്റ്. ഈ വണ്ടിയാണ് പെർഫെക്റ്റ് ചോയ്സ്. ലൈക്ക് ഈ വണ്ടിയുടെ ഓഫ് റോഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതൊരു രക്ഷയില്ലാത്ത കാര്യമാണ്. ഈവൻ സസ്പെൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യമാണെങ്കിലും കംഫർട്ടിൻ്റെ കാര്യമാണെങ്കിലും റൈഡിങ് എർഗണോമിക്സിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെ ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയും വേറെ ഏതെങ്കിലും വണ്ടിയൊക്കെ കമ്പയർ ചെയ്ത് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സ് വഴി അറിയിച്ചാൽ മതി. നമുക്ക് എന്തായാലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വണ്ടിയുടെ തന്നെ BS6 ഹിമാലയൻ്റെ റിവ്യൂ നമുക്ക് ഉടനെ തന്നെ ചെയ്യാൻ പറ്റും. അത് ഉടനെ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. അതിനായി സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ ഞങ്ങളുടെ ചാനലിലേക്ക് പുതിയൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് വരെ ഐ ആം ജെറി സൈനിങ് ഓഫ്.